എല്ലാവർക്കും ഐടിയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എന്നെ വിളിച്ച് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്ന മിനിമം +2 യോഗ്യതയുള്ളവർക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ SI ഒഴിവുകാണെന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന സുവർണ അവസരം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇപ്പോൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, വാറന്റ് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവീൽദാർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. +2 പാസ്സായവർക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ സ്ഥിരജോലി നേടാൻ അവസരം. മൊത്തം 1526 ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ജോലിക്ക് ഓൺലൈനായി ജൂൺ 9 മുതൽ 2024 ജൂലൈ 8 വരെയാണ് ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്. അതുപോലെ തസ്തികയുടെ പേര് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, വാറന്റ് ഓഫീസർ, ഹെഡ് കോൺസ്റ്റബിൾ, ഹവീൽദാർ ആണ് ഉള്ളത്. ഓൾ ഓവർ ഇന്ത്യയാണ് വരുന്നത്. അതുപോലെ തസ്തികയുടെ പേരാണ്, ഒഴിവുകൾ, ശമ്പളമാണ് പറയുന്നത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, വാറന്റ് ഓഫീസർക്ക് 243 ഒഴിവുകളാണുള്ളത്. അതുപോലെ സാലറി എന്ന് പറയുന്നത് 29,200 മുതൽ 92,300 വരെ സാലറി ലഭിക്കുന്നതാണ്. അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ, ഹവീൽദാർ 1,283 വേക്കൻസി. സാലറി എന്ന് പറയുന്നത് 25,500 മുതൽ 81,100 വരെ സാലറി ലഭിക്കുന്നതാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായവർക്കാണെങ്കിൽ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ് ജനറലിന്, മറ്റുള്ളവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരിക. ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ OITയിൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.